ഇന്ന് എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണേ കാണിക്കുന്നത്. ഒരു ദിവസം ഉച്ച തൊട്ടുള്ള വീഡിയോ ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ഉച്ച തൊട്ടുള്ള വീഡിയോ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് തന്നെ പോയി കുളിച്ചിട്ട് നമുക്ക് അപ്പുറത്ത് പോയി ചോറ് എടുത്തുകൊണ്ട് വരാം. ഇന്ന് ചോറിന് മോരും ഇന്നലത്തെ മീൻകറിയുടെ ചാറുണ്ടായിരുന്നു. അതും കുറച്ച് അവിയലും 2 പപ്പടവും കൂടെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് വളരെ സിമ്പിളായിട്ട് കരിച്ചതും പൊരിച്ചതും ഒന്നുമില്ലാത്തൊരു ഊണായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് ചോറിലേക്ക് ആ മോരും ഇട്ട് പുരട്ടി അവിയലിൻ്റെ 2 കഷ്ണവും എടുത്ത് അതും അതിലേക്കിട്ട് പുരട്ടിയിട്ട് കുറച്ച് മീൻചാറും കൂടി എടുക്കണേ. ശകലം മീൻചാറും കൂടി എടുത്ത് അതിലേക്ക് പുരട്ടി ചെറിയൊരു കഷ്ണം പപ്പടവും കൂടി എടുത്ത് ആ ചോറിലേക്കിട്ട് പുരട്ടി കുഴച്ചൊന്ന് കഴിച്ച് നോക്കണം എൻ്റെ സാറേ. സ്വർഗം കിട്ടിയ ഫീലാണേ അത്. അങ്ങനെ ആ ചോറ് മുഴുവനായിട്ടും ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ചോറ് കഴിക്കാനിരുന്നാലും 2 കാക്ക വന്നിരിക്കുകയും പിന്നെ അവർക്കും കൂടെ കുറച്ച് മുള്ളോ ചോറോ ഒക്കെ ഇട്ട് കൊടുക്കും. ഹായ് പറഞ്ഞേ. നിച്ചൂട്ടൻ്റെ ഒരു ഹായും കൂടെ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ നല്ല ചാർജ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്കിൻ കെയറിലോട്ട് കിടന്നു. ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടെ ഒരുമിച്ച് മുഖത്തോട്ടിട്ട് എന്നിട്ടത് നന്നായിട്ട് ഫേസ് മൊത്തം അത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തേ. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നല്ലേ പഴമക്കാർ പറയുന്നത്. അത് ഞാനായിട്ട് തെറ്റിക്കേണ്ടെന്ന് കരുതി അങ്ങനെ അതും ഇട്ട് കൊടുത്തു. എൻ്റെ ഐബ്രോസൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം കുറച്ച് ലിപ്സ്റ്റിക്കും ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുടി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കുളിച്ച് കഴിഞ്ഞിട്ട്. അതും കൂടെ ഒന്ന് അഴിച്ചിട്ട് കൊടുത്തപ്പോഴത്തേക്ക് നല്ല മുടുക്കനായിട്ടുണ്ടായിരുന്നു. ഒരു കുറിയും കൂടെ തൊട്ടപ്പോഴത്തേക്ക് മേക്കപ്പ് പരിപാടി എല്ലാം കഴിഞ്ഞു. ഇവിടെ ഒരാൾക്ക് രാവിലെ തൊട്ട് ഇതാണ് പണി. ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളിക്കൊണ്ട് കിടക്കുക. അത് തന്നെയാണ് രാവിലെ തൊട്ടുള്ള പണി. കുഞ്ഞവിടെ കളിച്ചുകൊണ്ടിരുന്ന സമയത്തേക്കും ഞാൻ കുറച്ച് തുണിയൊക്കെ മെഷീനകത്തോട്ട് ഇട്ടു. കുറേ തുണി കഴുകാനുണ്ടായിരുന്നു. പകുതി എടുത്ത് മെഷീനകത്തിട്ടിട്ട് മുറ്റത്ത് വന്നിരുന്ന് പ്രകൃതി ഇങ്ങനെ ആസ്വദിക്കുമായിരുന്നു. അപ്പോഴും അകത്ത് ആ പരിപാടി തന്നെ നടന്നുകൊണ്ടിരിക്കുക. കുഞ്ഞു വണ്ടി അങ്ങോട്ട് തെള്ളുന്നു ഇങ്ങോട്ട് തെള്ളുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തെള്ളി കുഴഞ്ഞത് കൊണ്ടിട്ടായിരിക്കും കുറേ നേരം കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കത്തിലോട്ട് ആശാൻ വീണേ. കിടക്കുന്ന കിടപ്പ് കണ്ട് എന്തൊരു പാവം. പക്ഷെ ഉണർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കുരുത്തക്കേടാണ്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് വാഷിംഗ് മെഷീനകത്ത് കയറിയിരിക്കുന്നു. ചില സമയത്ത് അതിനകത്ത് തലയെടുത്തിട്ടിട്ട് എൻ്റെ മോയ്സ്ചറൈസറൊക്കെ അതിനകത്തുനിന്ന് എനിക്ക് കിട്ടുന്നത്. കുഞ്ഞ് ഉറങ്ങിയ സമയത്തിന് ഞാൻ പിന്നെ പുരു എഴുതുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ. അല്ലാത്തപ്പോൾ സമ്മതിക്കത്തില്ല. പകലൊക്കെ ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കമന്ന് കിടന്നിട്ടായിരിക്കും ഉറങ്ങുന്നത്. ഞാനെടുത്ത് നേരെ കിടത്തുമ്പോഴത്തേക്ക് ആശാൻ എണീറ്റിട്ടുണ്ടായിരിക്കും. അങ്ങനെ നല്ല ഉറക്കമായതുകൊണ്ട് ഞാൻ കുറച്ച് പുരുവൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുഞ്ഞിൻ്റെ കണ്ണിൽ കരി എഴുതാറില്ല. അതിനായിട്ട് പലരും എന്നെ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ പക്ഷെ കുഞ്ഞിൻ്റെ കണ്ണിൽ കരി എഴുതത്തില്ല കേട്ടോ. അത് കാർബണല്ലേ കുഞ്ഞിൻ്റെ കണ്ണിൽ പോകും. പിന്നീടത് കാഴ്ചയ്ക്കൊക്കെ ഭയങ്കര ഇതായിട്ട് വരും. അതുകൊണ്ട് കുഞ്ഞിൻ്റെ കണ്ണിൽ മാത്രം കരി എഴുതുന്നില്ല. പൊട്ടും കുത്തി പിരിവ് എഴുതി ഒരു കുത്തു ഇട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ പിരിവൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പഴംപൊരി കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് എടുത്ത പാട് രതീഷ് 2ആയിട്ട് ഉടഞ്ഞു കുത്തി വീണിട്ടുണ്ടായിരുന്നു. അതും കഴിച്ചിട്ട് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങി. ഇത് നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വയലാണേ. ആ വയലിൽ കൂടെയാണ് പറയൊക്കെ വരുന്നത്. അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ പിന്നീട് ഇടാം. വയലിൽ നിന്ന് കുറച്ച് നേരം ആസ്വദിച്ചിട്ട് നേരെ ഞാൻ ടെറസിൻ്റെ മുകളിലോട്ട് പോയി. അവിടെ ഒരു പൂച്ച കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ദേഹം എങ്ങനെയോ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോഴത്തേക്കും അതും പേടിച്ചോടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള വ്യൂ വന്നിട്ട്. നല്ല രസമാണ് കാണാനായിട്ട്. പ്രത്യേകിച്ചും വൈകിട്ട് സമയത്ത് ആ സൺസെറ്റും മരങ്ങൾക്കിടയിലൂടെ ആ സൂര്യനെയും വയലും മയ്യവും എല്ലാം കൂടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അങ്ങനെ അത് ആസ്വദിച്ച് അവിടെ ഇരുന്നപ്പോൾ ഉണ്ട് മാനത്തൂടെ പോകുന്നു ഒരു വവ്വാൽ. വെറുതെ ഇരിക്കുവല്ലേ. അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തു. അതിനെ ഞാൻ വെറുതെ വിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ മാവാണ്. ഈ മാവ് ഈ വർഷം പൂത്തിട്ടില്ല. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. എല്ലാ വർഷവും നല്ല രീതിയിൽ മാങ്ങ പിടിക്കുന്നതാണ്. ഈ വർഷം അത് പൂത്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം നമ്മൾ വൈകിട്ട് വീട്ടിലോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അങ്ങനെ സന്ധ്യ ആയപ്പം വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് നമുക്ക് വെറുതെ കരുനാഗപ്പള്ളിയും കൂടെ ഒന്ന് കറങ്ങാമെന്ന് കരുതി. ഇടയിൽ വെച്ച് നമുക്ക് വേറൊരു സ്ഥലം വരെ കയറേണ്ടി വന്നു. അവിടെയും കയറിയിട്ട് നമ്മൾ നേരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അവിടെ ഇന്ന് ചക്ക എരിശ്ശേരിയും മത്തി വറുത്തതും നന്തൽ കറി വെച്ചതും ചമ്മന്തിയുമായിരുന്നു കഴിക്കാനായിട്ട്. അതും കൂട്ടി നന്നായിട്ട് ചോറ് കഴിച്ചു. ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. കുഞ്ഞ് പിന്നെ അവിടെ ചെന്നാൽ അരിപ്പാണല്ലോ. ചോറ് കഴിച്ചിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ നേരെ കരുനാഗപ്പള്ളിക്ക് വിട്ടു. വീണ്ടും ഹായ് പറയുന്നവൻ. നേരെ കരുനാഗപ്പള്ളി ജ്യൂസ് വേൾഡിലോട്ടാണ് പോയത്. അവിടെ ചെന്നിട്ട് അഭിയേട്ടൻ ഒരു ബൂസ്റ്റ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അഭിയേട്ടൻ കുടിച്ചാൽ പിന്നെ എന്തായാലും കുഞ്ഞും അത് കുടിക്കുമല്ലോ. അവിടെ ചെന്നപ്പോൾ നല്ല ഓട്ടമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടന്നിട്ട്. ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ചോറ് കഴിച്ചിട്ട് എൻ്റെ വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് തിരിച്ചു.
ഒരു തട്ടുകടയിൽ കയറിയിട്ട് കുഞ്ഞിന് ദോശയും വാങ്ങി പിന്നീട് ഒരു ബേക്കറി കയറിയിട്ട് കുറച്ച് ഐറ്റംസും വാങ്ങിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.